എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 4 ടു 5 വയസ്സുള്ള ഒരു കുട്ടീന്റെ അളവിൽ ബർത്ത്ഡേ ഫ്രോക്ക് എങ്ങനെ തയ്ക്കാം എന്നുള്ളതാണ്. ഇപ്പൊ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല റേറ്റ് ആണ് ഈ ഒരു ഫ്രോക്ക് നമ്മൾ പുറത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3000 4000 ഒക്കെ ഇതിന് റേറ്റ് ഉണ്ട്. ഞാൻ വെറും 450 രൂപന്റെ ഉള്ളിലാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് തയ്ക്കാൻ അറിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണെന്ന് പറയാം. ഞാൻ മീഷോന്നാണ് ക്ലോത്ത് എടുത്തിട്ടുള്ളത്. 12 മീറ്റർ നെറ്റും അതിനോടൊപ്പം 3 മീറ്റർ സാറ്റിന്റെ ലൈനിങ്ങും കൂടിയാണ് മേടിച്ചിട്ടുള്ളത്. 300 രൂപയാണ് ആയിട്ടുള്ളത് കേട്ടോ. ലെങ്ത് ഉണ്ട്, 49 ഇഞ്ച് ലെങ്ത് ഉണ്ട് ലൈനിങ്ങിനും അതുപോലെ തന്നെ നെറ്റിനും. 1 മീറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ലൈനിങ് അത്ര നല്ല ക്വാളിറ്റി ആണെന്നൊന്നും പറയാൻ പറ്റില്ല. വേഗം ഇങ്ങനെ നൂല് വലിയുന്ന പോലെ ഉണ്ട്. എന്നാലും നമുക്ക് കുഴപ്പമില്ലാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതിലേക്ക് ഞാൻ എക്സ്ട്രാ ആയിട്ട് ഒരു 2 മീറ്ററിന്റെ ലൈനിങ്ങും കൂടി മേടിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഉള്ളിൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നിങ്ങൾക്ക് ക്യാൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ക്യാനും കൂടി കൊടുക്കാം. അത്യാവശ്യം നല്ല പൊങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ക്യാനും കൂടി കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ലേസ് എടുത്തിട്ടുണ്ട്. ലേസ് മീറ്ററിന് 300 രൂപയുള്ള ലേസാണ്. അത് ഹാഫ് മീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ 150 രൂപ ഒക്കെയാണ് നമുക്ക് ആവുന്നത്. എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു 480 500 രൂപന്റെ ഉള്ളിലായിട്ട് അത്രേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്വന്തമായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അത് എങ്ങനെയാന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ലൈനിങ് 4 ആക്കിയിട്ട് മടക്കിയിടുന്നുണ്ട്. 4 ആക്കി മടക്കിയിടുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള വിഡ്ത്ത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നമ്മൾ കോട്ടന്റെ ലൈനിങ് ആണ് ഇതേപോലെ മടക്കിയിട്ടിരിക്കുന്നത്. ക്ലോത്ത് ഇതേപോലെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. 4 ആക്കി മടക്കിയിടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, താഴെ ഇരിക്കുന്നത് ഓപ്പണിംഗ് ആയിട്ടുള്ള പീസാണ്. അത് നമ്മൾ എന്തായാലും ബാക്കിൽ സിബ് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ സെന്റർ കട്ട് ചെയ്യും. അതുകൊണ്ട് ഞാൻ താഴെ ഓപ്പണിംഗ് ആയിട്ടുള്ള പീസാണ് വെച്ചിട്ടുള്ളത്. താഴെ ഇരിക്കുന്ന പീസും മുകളിൽ ഇരിക്കുന്ന പീസും തമ്മിൽ ഒരു 1/2 ഇഞ്ച് വ്യത്യാസമുണ്ട്. അതായത് നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ആ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഞാൻ അവിടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഫ്രണ്ടിലെ പീസ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഫ്രണ്ടിലുള്ള പീസ്, അതായത് ഫോൾഡഡ് ആയിട്ടുള്ള പീസിന്റെ അവിടെ നിന്നാണ് നമ്മൾ അളവ് മാർക്ക് ചെയ്യുന്നത്. ഈ 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ച് എത്ര നിങ്ങൾ കൊടുക്കണേ വെച്ചാൽ അത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അതിനുശേഷം ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഷോൾഡർ മാർക്ക് ചെയ്യുക. ഞാനിവിടെ 5 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ 4 ടു 5 വയസ്സുള്ള ഒരു കുട്ടിന്റെ അളവ് എന്ന് പറഞ്ഞെങ്കിലും ഓരോ മക്കളും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് കുട്ടികളുടെ അളവെടുത്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അളവെടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആം ഹോൾ 5 ഇഞ്ചാണ്. അതിലേക്ക് 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൂടി ചേർത്തിട്ട് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. ആം ഹോൾ വരയ്ക്കുന്നുണ്ട്. ബാക്കിലുള്ള ആം ഹോൾ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. കാരണം സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്യുന്നത്. ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 5.5 ഇഞ്ചാണ് ചെസ്റ്റ് വിഡ്ത്ത്. അതിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. യോക്കിന് ലെങ്ത് മാർക്ക് ചെയ്യാം. യോക്ക് ഞാനൊരു 10 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആള് ഹൈറ്റ് ഉണ്ട്, തടി ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് 10 ഇഞ്ച് യോക്കിന് ലെങ്ത് കൊടുക്കുന്നത്. അതിന് കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 11 ഇഞ്ച് ലെങ്ത് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് വിഡ്ത്ത് ആയിട്ട് 5 ഇഞ്ചാണ്. അതിന്റെ കൂടെയും 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് ഇതേപോലെ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. പിന്നെ താഴ്ഭാഗത്ത് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചരിച്ചുകൂടി വരയ്ക്കുന്നുണ്ട്. ഇനി നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ 2.25 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ബാക്കിലെ നെക്കിന് 1 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ റൗണ്ട് ആക്കി വരയ്ക്കുന്നുണ്ട്. കാരണം ബാക്കിൽ നമ്മൾ സിബ് കൊടുക്കുന്നത് കൊണ്ട്. ഫ്രണ്ടിലെ നെക്കിന് 4 ഇഞ്ച് ഇറക്കം കൊടുത്തിട്ട് വി നെക്കാണ് വരയ്ക്കുന്നത്. 4 ഇഞ്ച് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കൂടി പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം. പക്ഷെ നമ്മളൊരു വി നെക്ക് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ഇറങ്ങി നിൽക്കുമ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാവുക. അതുകൊണ്ടാണ് 4 ഇഞ്ച് ഇറക്കം കൊടുത്തത് കേട്ടോ. ബാക്കിലെ നെക്ക് കട്ട് ചെയ്യാം. ഒന്നിച്ചിട്ട് നമ്മുടെ സൈഡിലുള്ള അളവുകളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലെ നെക്ക് മാത്രം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഷേപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ലൈനിങ്ങിന്റെ അതേ അളവിൽ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ലൈനിങ്, അതായത് സാറ്റിന്റെ ലൈനിങ്ങിലും സെയിം ഇതേ അളവിൽ നമ്മൾ കോട്ടന്റെ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ടിലേക്കുള്ള പീസും അതുപോലെ തന്നെ ബാക്കിലേക്ക് 2 സെപ്പറേറ്റ് പീസും നമ്മൾ കോട്ടന്റെ പീസ് കട്ട് ചെയ്ത അതേ അളവിൽ തന്നെ സാറ്റിന്റെ പീസും കട്ട് ചെയ്തെടുക്കുക. ഇനി നെറ്റിന്റെ പീസിലേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ പോരാ. നെറ്റ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് വ്യത്യാസമുണ്ട്. അപ്പൊ അത് എങ്ങനെയാന്നുള്ളത് പറയാം. നമ്മൾ ലെങ്ത് ആയിട്ട് കൊടുത്തിട്ടുള്ളത് 11 ഇഞ്ചാണ്. ഈ 11 ഇഞ്ചിന്റെ കൂടെ ഒരു 5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 6 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കുക. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നെറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് സെയിം അളവ് മതി. പക്ഷെ നമ്മൾ ചരിച്ചാണ് വെക്കുന്നത്. അപ്പൊ നമുക്ക് ലെങ്ത് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരു 5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 6 ഇഞ്ച് കൂട്ടിയെടുക്കാൻ വേണ്ടി പറയണേ. അപ്പൊ ഞാനിവിടെ 6 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് 17 ഇഞ്ചിലാണ് ഇത് മൊത്തത്തിൽ നെറ്റ് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാൻ പറഞ്ഞു 49 ഇഞ്ചാണ് നെറ്റിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞു. അപ്പൊ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിൽ മൊത്തത്തിൽ നെറ്റിനെ ഞാൻ ഇതേപോലെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ഇതേപോലെ
17 ഇഞ്ചിൽ 3 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ 2 പീസാണ് കട്ട് ചെയ്തത്. പിന്നെ ഒരു പീസും കൂടി കട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ 3 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തേയാണ്ട് വന്നപ്പോൾ എനിക്ക് ഒരു പീസും കൂടി കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ 3 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രണ്ടിലെ പീസിലേക്ക് വേണ്ടിയിട്ട്. ഇനി ബാക്കിലെ പീസ് നമ്മുടെ ലൈനിങ്ങിന്റെ അതേ അളവ് പ്രകാരം ഇതേപോലെ 2 പീസ് നെറ്റ് നമ്മൾ ഇതേപോലെ യോക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ യോക്കിന് ആവശ്യമായിട്ടുള്ള 3 പീസും കട്ട് ചെയ്ത് വെച്ചു. അതായത് നെറ്റ് കട്ട് ചെയ്ത് വെച്ചു, നമ്മുടെ സാറ്റിന്റെ ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചു, നമ്മുടെ കോട്ടന്റെ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചു. 3ഉം കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സ്കേർട്ട് പോർഷനിലേക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 12 മീറ്റർ ആയിരുന്നു എനിക്ക് ക്ലോത്ത് ഉണ്ടായിരുന്നത്. ഈ 12 മീറ്ററിന് ഞാൻ യോക്ക് കട്ട് ചെയ്തപ്പോൾ എനിക്കൊരു ഏറെക്കുറെ 1.5 മീറ്റർ, ഏറെക്കുറെ 2 മീറ്ററിന്റെ അടുത്തോളം പോയിട്ടുണ്ട്. അതായത് നമ്മൾ ലെങ്ത്തിൽ പീസ് കട്ട് ചെയ്തല്ലോ. ബാക്കി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു 5 മീറ്റർ, അത് പിന്നെ നമുക്ക് ബാലൻസ് 10 മീറ്റർ ഉണ്ടാവും. ആ 10 മീറ്ററിന് 5 മീറ്റർ ഞാൻ കറക്റ്റ് അളന്നെടുത്തിട്ട് 5 മീറ്റർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ 5 മീറ്ററിനെ എനിക്ക് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. 4 ആക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ മടക്കിയിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക്, അതായത് നമ്മൾ എത്രയാണോ ക്ലോത്തിന്റെ ലെങ്ത് എന്ന് വെച്ചാൽ ആ ലെങ്ത് അങ്ങനെ വിട്ടിട്ട് വിഡ്ത്ത് വൈസ് ആണ് മടക്കിയത്. അതായത് 5 ഇഞ്ച് വിഡ്ത്ത് ഉണ്ടല്ലോ, ആ 5 ഇഞ്ച് വിഡ്ത്തിനെയാണ് മടക്കിയിട്ട് നീളത്തിലിട്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ മടക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് എത്രയാണോ നമുക്ക് ഫ്രോക്കിന് ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്തിന് നമ്മുടെ യോക്കിന്റെ ലെങ്ത് മൈനസ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് കൂട്ടിയാൽ മതി. കാരണം നെറ്റ് ആയതുകൊണ്ട് തന്നെ താഴ്ഭാഗം മടക്കി തയ്ക്കേണ്ട. അതുകൊണ്ട് നമുക്ക് ഈ യോക്കും സ്കേർട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് മാത്രം സീം അലവൻസ് കൂട്ടിയാൽ മതി. അങ്ങനെ ഞാൻ 18 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഈ 18 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീസ് ഫ്രണ്ടിലേക്കും ഒരു പീസ് ബാക്കിലേക്കും എന്നുള്ള രീതിയിൽ 2 പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ 10 മീറ്റർ ഒട്ടാകെ നമുക്ക് ക്ലോത്ത് കിട്ടും. ഇത് നമ്മൾ ഒന്നിച്ച് ജോയിൻ ചെയ്തിട്ടാണ് പ്ലീറ്റ്സ് ഇടുക. അപ്പൊ നമുക്ക് 10 മീറ്റർ സ്കേർട്ട് പോർഷനിലേക്ക് മാത്രമായിട്ട് നെറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 5 മീറ്ററിനെ നമ്മൾ മടക്കിയിട്ടു. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിനനുസരിച്ചിട്ട് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. അതിനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒട്ടാകെ 10 മീറ്ററോളം പ്ലീറ്റ്സ് ഇടാനുണ്ടാവും. ഇതേപോലെ നമ്മൾ 2 പീസ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ബാക്കി ക്ലോത്ത് അതിൽ തന്നെ വരുന്നുണ്ട്. ആ ബാക്കി ക്ലോത്തിന് ഞാൻ താഴേക്ക്, ഏറ്റവും താഴെയായിട്ട് 3 ഇഞ്ച് വിഡ്ത്തിലാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇടാം. ആ 3 ഇഞ്ച് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷെ ഇത് നമുക്ക് ഒന്നും അല്ല കേട്ടോ. ഇതിപ്പോൾ നമുക്ക് 20 മീറ്ററോളം കിട്ടും. 4 പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ജോയിൻ ചെയ്യുമ്പോൾ 20 മീറ്റർ ഉണ്ടാവും. പക്ഷെ അതൊന്നും പോരാ നമുക്ക്. ബാക്കി വരുന്ന ബാലൻസ് 5 മീറ്റർ ഉണ്ടല്ലോ, ആ 5 മീറ്റർ മൊത്തത്തിൽ ഞാൻ ഇതേപോലെ 3 ഇഞ്ച് വിഡ്ത്തിൽ കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് താഴേക്ക് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടി. എനിക്ക് 12 മീറ്റർ മൊത്തം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൊത്തം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് സാറ്റിന്റെ ലൈനിങ് എടുക്കാം. സാറ്റിന്റെ ലൈനിങ് 1.5 മീറ്റർ ലൈനിങ്ങിനെ ഞാൻ എന്താക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ കറക്റ്റ് നേരെ നടുമുറിച്ചിട്ട് അതിനെയും ഇതേപോലെ 2 പീസ് ആക്കിയിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്തിനനുസരിച്ചിട്ട് 1.5 മീറ്റർ ലൈനിങ്ങിനെ ഇതേപോലെ കറക്റ്റ് നടുമുറിച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുന്ന സമയത്ത് അതും നമുക്ക് 3 മീറ്ററോളം കിട്ടും. ഈ കോട്ടന്റെ ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാലൻസ് എനിക്ക് 1.5 മീറ്ററോളം ക്ലോത്ത് ഉണ്ട്. അത് നമ്മൾ ഇതേപോലെ നടുമുറിച്ചിട്ട് 2 ആക്കി ജോയിൻ ചെയ്യണോ, അല്ലെങ്കിൽ ഈ 1.5 മീറ്റർ തന്നെ മതിയോ എന്നുള്ളത് നമ്മൾ ആദ്യം ബാക്കിയുള്ള പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നിറയെ പ്ലീറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് പിന്നെയും ഇനി കുറെ കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നടുമുറിച്ചിട്ടില്ല, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവസാനം നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ബാക്കി എല്ലാ പീസും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ യോക്ക് പീസ്, സാറ്റിന്റെ പീസാണ്, കോട്ടന്റെ പീസ് എടുത്തിട്ടില്ല കേട്ടോ. സാറ്റിന്റെ പീസ് എടുത്തിട്ട് ഞാൻ ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ നെറ്റിന്റെ തേരുഭാഗമൊക്കെ ഉണ്ടാവും, അത് കുറച്ച് ഉള്ളോട്ട് മടക്കി കൊടുത്തിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ഭാഗത്ത് നിന്ന് ആ വി ഷേപ്പ് മാർക്ക് ചെയ്ത നെക്കിന് വി ഷേപ്പ് മാർക്ക് ചെയ്തല്ലോ, അവിടെ നിന്ന് നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് എൻഡ് വരെ നമ്മൾ പ്ലീറ്റ്സ് ഇടുക. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇടുക കേട്ടോ. നിങ്ങൾക്ക് അടുപ്പിച്ചിട്ടാലാണ് കാണാൻ ഭംഗി. പിന്നെ നിങ്ങളുടെ ക്ലോത്തിന്റെ അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അപ്പൊ ഞാൻ ഇതേപോലെ അടുപ്പിച്ചിട്ടാണ് പ്ലീറ്റ്സ് ഇട്ടെടുത്തിരിക്കുന്നത്. പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം നമ്മുടെ സൈഡിലുള്ള അളവ് പ്രകാരം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക, എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക. സെയിം ഇതേപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും നമ്മൾ പ്ലീറ്റ്സ് ഇടാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ മാക്സിമം കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇടുക. എന്നിട്ട് സൈഡിലുള്ള അളവ് പ്രകാരം സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. മാക്സിമം എന്താ പറയുക കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്.
പിന്നെ ഈ പ്ലേറ്റ്സ് നമുക്ക് ഇടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ആ സ്റ്റിച്ച് നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അഴിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കോട്ടൻ്റെ പീസിൻ്റെ ലൈനിങ് വെക്കുക. എന്നിട്ട് പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയതിന് ശേഷം ആം ഹോളിൻ്റെ ഭാഗം നെക്ക് അടുത്ത ആം ഹോൾ അത്രയും ഭാഗം ഞാൻ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആം ഹോൾ പൈപ്പിംഗ് കൊടുത്തിട്ടാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആം ഹോൾ സ്റ്റിച്ച് ചെയ്യേണ്ട, നെക്ക് മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്നിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത്രയും ഭാഗം ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മറിച്ചെടുക്കുക, പതിച്ചടിക്കുക. പതിച്ചടിക്കുന്ന സമയത്ത് ഞാൻ ഇതേപോലെ 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് വിട്ടിട്ടും പിന്നെ അടുപ്പിച്ചിട്ടും ഇതേപോലെ 2 സ്റ്റിച്ച് കൊടുത്തിട്ട് പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ. ഇനി സെയിം ഇതേ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെ പീസ് എടുക്കുക. ബാക്കിലെ പീസ് ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലൈനിങ്ങും അതായത് സാറ്റിൻ്റെ ക്ലോത്തും നെറ്റും കൂടി ഒന്നിച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുക. സൈഡ് വശങ്ങളൊക്കെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് സിബ് എടുക്കുക. അതായത് നമ്മൾ ഇപ്പോഴും ബാക്കിലെ പീസ് ചെയ്യുമ്പോഴും കോട്ടൻ്റെ ലൈനിങ് ഇതിനോടൊപ്പം സ്റ്റിച്ച് ചെയ്തിട്ടില്ല. സാറ്റിൻ്റെ ലൈനിങ്ങും നെറ്റും മാത്രമാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് സിബ് എടുക്കുക. ഞാൻ ഇൻവിസിബിൾ സിബാണ് എടുത്തിട്ടുള്ളത്. അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ മറച്ചിട്ട് രീതിയിൽ വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ വെച്ചിട്ട് സിംഗിൾ ഫൂട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ലൈനിങ് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ മുകളിലൂടെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. നെക്കിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. നേരത്തെ നമ്മൾ ആം ഹോൾ ചെയ്തതുകൊണ്ട് ഇവിടെ ഒന്ന് ആം ഹോളിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക, മറിച്ചെടുക്കുക. മറിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സിബ് അവിടെ വരും. ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, സിബ് നമ്മുടെ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്ത് പോകും. അപ്പോൾ കുട്ടികളുടെ മേലൊന്നും കുത്തില്ല. അത് കുട്ടികൾക്ക് ചെയ്യുമ്പോഴും വലിയ ആൾക്കാർക്ക് ചെയ്യുമ്പോഴും ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്ത് കുത്തുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ സിബ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അതായത് നമ്മളിപ്പോൾ സിബും അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ഭാഗവും നെക്കിൻ്റെ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്കത് പതിച്ചടിക്കണം. അടിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്യാം. ബാക്കിലെ പീസ് ഒന്നും കൂടി മറിച്ചിടുക. മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഫ്രണ്ടിലെ പീസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ബാക്കിലെ പീസിൻ്റെ നല്ല വശം വരണം. ഫ്രണ്ടിലെ പീസിൻ്റെ ബാക്ക് വശത്തിൻ്റെ മുകളിൽ ബാക്കിലെ പീസിൻ്റെ ബാക്ക് വശം വരുന്ന രീതിയിൽ ഇതേപോലെ ആ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരേപോലെയാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ചുളിവുകളില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ആ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് മറിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഷോൾഡർ ലൈൻ നമ്മൾ ജോയിൻ ചെയ്തത് പുറമേക്ക് വിസിബിൾ ആവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ സിബ് സ്റ്റിച്ച് ചെയ്ത ഭാഗം, നെക്കിൻ്റെ ഭാഗം, ആം ഹോളിൻ്റെ ഭാഗം ഇത്രയും ഭാഗം ഒന്ന് പതിച്ചടിക്കുക. സെയിം തന്നെ ഓപ്പോസിറ്റ് സൈഡും കൂടി ഒന്ന് സിബ് ജോയിൻ ചെയ്തെടുക്കുക, പതിച്ചടിക്കുക. ഇനി ഫ്രണ്ടിലെ പീസിലേക്ക് നമുക്ക് ഇതേപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ലേസ് അറ്റാച്ച് ചെയ്യണം. അത് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ലേസ് ആവുന്ന സമയത്ത് സെൻറ്ററിൽ ആ വർക്ക് കഴിഞ്ഞിട്ട് 2 സൈഡിലായിട്ട് ഇതേപോലെ നെറ്റിൻ്റെ പീസ് ഉണ്ടാവും. അപ്പോൾ ഏകദേശം നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. താഴെ നമുക്കൊരു 1/2 ഇഞ്ച് സ്കേർട്ട് പാർട്ടും യോക്ക് പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരണം. അപ്പോൾ അവിടെ വന്ന് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു പീസിനെ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു രീതിയിൽ വെക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ 2 ഇഞ്ച് വെച്ചിട്ട് 2 സൈഡിലും സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യുക. കാരണം ഈ ഒരു ബീഡ്സിൻ്റെ മുകളിലൂടെ സൂചി വരുന്ന സമയത്ത് എന്തായാലും സൂചി പൊട്ടും. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന പോലെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെയും നിങ്ങൾ സിംഗിൾ ഫൂട്ടർ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. പക്ഷേ എനിക്ക് ഡബിൾ ഫൂട്ടറിൽ സ്റ്റിച്ച് ചെയ്തിട്ടും കുഴപ്പമൊന്നുമില്ല. സൂചി പൊട്ടാണ്ട് തന്നെ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റി. എന്നാലും സിംഗിൾ ഫൂട്ടർ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇതിനൊന്ന് മറിച്ചെടുത്തിട്ട് മറിച്ചിട്ടും ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ഞാൻ ബാക്കിൽ കെട്ടി കൊടുക്കുക. നമുക്ക് ബാക്കിൽ ടൈറ്റ് ആക്കി കെട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കെട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 പീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാറ്റിൻ്റെ ക്ലോത്തിലാണ് ഉണ്ടാക്കി വെച്ചത്. ഇതും നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതും കൂടി ഉള്ളിൽ വെച്ചിട്ട് വേണം നമ്മൾ സൈഡ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് പൊക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ആ 1/2 ഇഞ്ചിൽ നമുക്ക് സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് പൊക്കിയിട്ട് നമ്മുടെ സൈഡിലുള്ള അളവ് മാർക്ക് ചെയ്ത ആ ഭാഗത്തായിട്ട് ഇതും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നിച്ചിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യാം. നോക്കിയിട്ടൊന്ന് കെയർഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 2 ഭാഗവും നമ്മൾ ഇതേപോലെ സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മൊത്തമായിട്ട് ഇതിൻ്റെ റൗണ്ട് എത്രയാണെന്നുള്ളതൊന്ന് അളന്ന് നോക്കുക.
നമ്മൾ സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം മൊത്തമായിട്ടുള്ള റൗണ്ട് ഒന്ന് അളന്ന് നോക്കുക. മൊത്തത്തിൽ റൗണ്ട് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് 21 ഇഞ്ചാണ് കിട്ടുന്നത്. കറക്റ്റ് അളവ് പ്രകാരം നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ 20 ഇഞ്ചാണ് വേണ്ടത്. ഞാൻ കുറച്ച് ലൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ടൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ 21 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ നമ്മുടെ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നെറ്റിന്റെ പീസ് 2 പീസാണ് ഉണ്ടായിരുന്നത്. അതിന് രണ്ടിനെയും കൂടി ഞാൻ ഒന്നിച്ച് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടാകെ അത് 10 മീറ്റർ ഉണ്ട്. ഈ 10 മീറ്റർ ക്ലോത്തിനെ നമ്മൾ ഈ 21 ഇഞ്ച് വിഡ്ത്തിലേക്ക് പ്ലീറ്റ്സ് ഇട്ട് കൺവേർട്ട് ചെയ്യാം. നല്ലോണം എന്താ പറയുക, അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ പ്ലീറ്റ്സ് ഇടുക കേട്ടോ. ഉള്ളോട്ടൊക്കെ നല്ല രീതിയിൽ പോകുന്ന രീതിയിലൊക്കെ വൃത്തിയിൽ മാക്സിമം പ്ലീറ്റ്സ് ഇട്ട് എടുക്കുക. അല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊന്നും പ്ലീറ്റ് ഇടണ്ട. കാരണം ഈ 10 മീറ്ററിനെ നമ്മൾ 21 ഇഞ്ചിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ പ്ലീറ്റ്സ് ഇടാനുണ്ടാവും. അപ്പൊ നന്നായിട്ട് പ്ലീറ്റ്സ് ഇടാം. അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങും 3 മീറ്റർ ലൈനിങ് ഉണ്ട്. ആ ലൈനിങ്ങിന് നമ്മൾ ഈ 21 ഇഞ്ചിലേക്ക് പ്ലീറ്റ്സ് ഇട്ട് എടുക്കുക. പ്ലീറ്റ്സ് ഇട്ട് എടുത്തതിന് ശേഷം ഇതിന്റെ അതായത് ഇങ്ങനെ മൊത്തമായിട്ട് നിവർന്നിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇതിന്റെ 2 സൈഡും കൂടി നമ്മളൊന്ന് ജോയിൻ ചെയ്തിട്ട് അതിനെ റൗണ്ട് ആക്കി എടുക്കുക. ഇതേപോലെ ഞാൻ റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കാം, നമ്മള് യോക്ക് പാർട്ടിന്റെ നല്ല വശത്തിന്റെ മുകളിൽ സ്കേർട്ട് പാർട്ടിന്റെ നല്ല വശമാണ് വെച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ആ സൈഡ് ജോയിൻ ചെയ്ത ഭാഗം പുറമേക്ക് വരുന്ന രീതിയിൽ നല്ല വശമാണ് ഇതിന്റെ മുകളിൽ വെക്കേണ്ടത്. വെച്ചിട്ട് നമ്മൾ ആ സൈഡ് ജോയിൻ ചെയ്തില്ല, ആ ഭാഗം നമ്മുടെ ഏതെങ്കിലും ഒരു സൈഡിൽ വരുന്ന സീം അലവൻസിന്റെ ആ ഭാഗത്തേക്ക് ആക്കി വെച്ചിട്ട് പിൻകുത്തി കൊടുക്കണമെങ്കിൽ പിൻകുത്തി കൊടുക്കാം. പിൻകുത്തിയതിന് ശേഷം ഈ മൊത്തത്തിലുള്ള റൗണ്ട് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം. കാരണം ഒരു ചെറിയ വട്ടമാണ് ഉണ്ടാവുക, കുട്ടികളുടേതായതുകൊണ്ട് തന്നെ ഒരു ചെറിയ റൗണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ ആ റൗണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം. നമ്മളിപ്പം വീഡിയോന്റെ ലെങ്ത് കൂടുന്നത് കൊണ്ട് സ്പീഡ് കൂട്ടുന്നതാണ്. ഇത് നമുക്ക് പെട്ടെന്നൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ആ ഫ്രണ്ടിൽ ലേസ് ഒക്കെ ഉള്ളത് കൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് മെല്ലെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അടിയിലിരിക്കുന്ന പീസ് ഇതിലേക്ക് കയറി വരുന്നുണ്ടോ എന്നുള്ളത് നോക്കി നോക്കി വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ആ പീസ് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അയച്ചെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നോക്കി ആ റൗണ്ട് നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് അപ്പുറത്തെ ഭാഗത്തുന്ന രീതിയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ നമ്മുടെ ഈ അളവ് പ്രകാരം സ്റ്റിച്ച് ചെയ്ത് കൺവേർട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ലൈനിങ് വെച്ച് കൊടുക്കുക. ലൈനിങ്ങിന്റെ നല്ല വശമാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് അതും മൊത്തത്തിൽ റൗണ്ട് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത്രയും ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, നല്ല ഫ്ലെയർ ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്യാൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് എന്താ പറയുക, കുട്ടികൾക്ക് അതൊരു അൺകംഫർട്ടബിൾ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ക്യാൻ കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നേരത്തെ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോട്ടന്റെ ലൈനിങ് എനിക്ക് ബാലൻസ് 1.5 മീറ്റർ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 1.5 മീറ്റർ ലൈനിങ്ങിന്റെ അതിന്റെ നടു മുറിച്ചിട്ട് പിന്നെ അതിനെ ഞാൻ 3 മീറ്റർ ആക്കി കൺവേർട്ട് ചെയ്തിട്ടില്ല. ഈ 1.5 മീറ്റർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുക്കുന്ന സമയത്ത് നമ്മൾ 17 ഇഞ്ച് ലെങ്ത് തന്നെ, അതായത് നമ്മൾ എത്രയാണോ നെറ്റിന് ലെങ്ത് എടുത്തതെന്ന് വെച്ചാൽ ആ ലെങ്ത് തന്നെയാണ് ലൈനിങ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ലൈനിങ്ങിന്റെ അടിഭാഗം മടക്കി തയ്ക്കണം എന്നുണ്ടെങ്കിൽ അടിഭാഗം ഒന്ന് മടക്കി തയ്ച്ചിട്ട് എടുക്കുക. എന്നിട്ട് ഈ 1.5 ഇഞ്ച് എന്തായാലും നമുക്ക് അത്യാവശ്യം പ്ലീറ്റ്സ് ഇടാനുണ്ടാവും. ഈ 1.5 ഇഞ്ചിന് നമ്മൾ എന്ത് ചെയ്യുക, ഈ 21 ഇഞ്ചിലേക്ക് 1.5 മീറ്ററും നമ്മൾ ഈ 21 ഇഞ്ചിലേക്ക് ഇതേപോലെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെയും സൈഡ് വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. താഴ്ഭാഗം മടക്കി തയ്ക്കണമെങ്കിൽ താഴ്ഭാഗം മടക്കി തയ്ക്കുക. ഇവിടെ താഴ്ഭാഗം മടക്കി തയ്ക്കേണ്ട, തേരുവശം ആയതുകൊണ്ട് ഞാൻ മടക്കി തയ്ച്ചിട്ടില്ല. നിങ്ങൾക്ക് തയ്ക്കണമെങ്കിൽ മടക്കി തയ്ക്കാം. എന്നിട്ട് ശ്രദ്ധിക്കുക, ഇത്രയും നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യോക്കിന്റെ നല്ല വശത്തിന്റെ മുകളിൽ നമ്മൾ സ്കേർട്ട് ഭാഗം വെച്ചു സ്റ്റിച്ച് ചെയ്തു. അതിന്റെ ചീത്ത വശത്തിന്റെ മുകളിൽ നമ്മൾ ലൈനിങ്ങിന്റെ നല്ല വശം വെച്ചു സ്റ്റിച്ച് ചെയ്തു. പക്ഷെ ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന കോട്ടന്റെ ലൈനിങ് നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ചിൽ ചിലപ്പോൾ നൂല് വലിയുന്നുണ്ടാവും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഉള്ളിൽ ഹൈഡ് ആയിട്ട് പോകും. അതെങ്ങനെയാന്നുള്ളത് കാണിക്കാം. ഈ റൗണ്ടിന്റെ ഉള്ളിൽ, അതായത് നമ്മൾ ഇത്രയും നേരം പുറമെയാണ് സ്റ്റിച്ച് ചെയ്തത്, ഇനി നമ്മൾ ഈ റൗണ്ടിന്റെ ഉള്ളിൽ ഈ ലൈനിങ് ഇട്ട് കൊടുത്തിട്ട് അതിന് ഉള്ളിൽ കൂടെയാണ് നമ്മൾ റൗണ്ട് ആക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഉള്ളിൽ കൂടെ റൗണ്ട് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ സീം അലവൻസ് ആയിട്ടുള്ള ക്ലോത്ത് ഒന്നും പുറമേക്ക് കാണാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ ഡ്രസ്സ് ആകുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ മേലൊന്നും എവിടെയും കുത്തോ ഒന്നും ചെയ്യില്ല. ആ നെറ്റൊന്നും മേല് കുത്തൊന്നുമില്ല, വളരെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അപ്പം ഇതേപോലെ ഞാൻ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നല്ല ഫ്ലെയറോട് കൂടിയിട്ട് നമുക്ക്
നമ്മുടെ ഒരു ഫ്രോക്ക് മൊത്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വെച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. അതല്ല താഴേക്കും കൂടി ഒരു ലെയർ പ്ലീറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്കി ബാലൻസ് വന്നിട്ടുള്ള 5 മീറ്റർ മൊത്തമായിട്ട് ഞാൻ 3 ഇഞ്ച് വിഡ്ത്ത് പ്രകാരം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സ്കേർട്ട് പാർട്ടിനെ കട്ട് ചെയ്തതിന് ശേഷം ബാലൻസ് വന്നിട്ടുള്ളതും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള നെറ്റിനെ മൊത്തമായിട്ട് ഒന്നിച്ച് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് പ്ലീറ്റ്സ് ഇടാം. ഞാൻ ആദ്യം പ്ലീറ്റ്സ് ഇട്ടപ്പോൾ കുറച്ച് വിട്ട് വിട്ടായിപ്പോയി. അപ്പം അത്ര വിട്ട് വിട്ട് വേണ്ട, അപ്പം അത് കാണാൻ ഭംഗിയുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അടുപ്പിച്ച് മാക്സിമം എന്താ പറയുക ഗ്യാപ്പുകളില്ലാതെ അടുപ്പിച്ച് പ്ലീറ്റ്സ് ഇട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ മൊത്തം പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം നമ്മുടെ സ്കേർട്ട് പാർട്ട് 10 മീറ്ററിലാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടത്. ആ 10 മീറ്ററിലേക്കാണ് നമ്മൾ ഈ ഒരു താഴേക്ക് ഇടുന്ന പ്ലീറ്റ്സിനെ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 10 മീറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നന്നായിട്ടുണ്ടാവും. അപ്പോൾ അത്രയും തോനെ ഞാൻ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്കേർട്ട് പാർട്ടിന്റെ താഴ്ഭാഗം നല്ല വശമാണ്, താഴ്ഭാഗം ഇതേപോലെ എടുത്തിട്ടുണ്ട്. നമ്മൾ പ്ലീറ്റ്സ് ഇടുന്ന സമയത്ത് സെൻറ്ററിലൂടെ ആയിരുന്നു സ്റ്റിച്ച് കൊടുത്തത്. ആ സെൻറ്ററിലൂടെ തന്നെ നമ്മൾ മൊത്തമായിട്ട് റൗണ്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ടെടുക്കുക കേട്ടോ. കഴിയുന്നതും അടുപ്പിച്ചിട്ട് പ്ലീറ്റ്സ് ഇടുക, ഗ്യാപ്പുകൾ ഇല്ലാണ്ട്. അപ്പോഴാണ് കാണാൻ ഭംഗിയുണ്ടാവുക. അപ്പോൾ നമ്മൾ 12 മീറ്ററും മൊത്തമായിട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്രോക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഞാൻ വിചാരിച്ച പോലെ തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബർത്ത്ഡേ ഒക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അത്രയും റേറ്റ് കൊടുത്തിട്ട് പുറത്ത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.